ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പ്ലേറ്റോ അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വ്യക്തിത്വം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതുപോലെ തന്നെ വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട പഠന സമീപനങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. എന്താണ് വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ, ഈ ഭാഗത്തു നിന്ന് LP UP എക്സാമിന് സ്ഥിരം ചോദ്യങ്ങൾ വരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ സ്പെഷ്യലായിട്ട് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, ശ്രദ്ധിക്കുക. എന്താണ് വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ? വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെയും അതുപോലെ തന്നെ അയാളുടെ ചിന്തയെയും നിർണ്ണയിക്കുന്ന ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വ്യക്തിത്വം എന്ന് പറയുന്നത്. അത് മാനസികപരമായിട്ടാകാം, അതുപോലെ തന്നെ കായികപരമായിട്ടാകാം, ഏത് രീതിയിലുമാകാം. അപ്പം ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ, അവൻ്റെ സ്വഭാവത്തെയും അവൻ്റെ ചിന്തയെയും നിർണ്ണയിക്കുന്ന ഘടകങ്ങൾക്ക് നമുക്കെന്ത് പറയാം? വ്യക്തിത്വം എന്ന് പറയാം. അത് മാനസികമായ രീതിയിലാകാം, അതുപോലെ തന്നെ കായികപരമായ രീതിയിലുമാകാം അത്തരത്തിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അതാണ് വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടുന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഇതാണ്: വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്നാണ് പിന്നെ LP UP എക്സാം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 2 ഘടകങ്ങളാണ് വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നത്. ഒന്ന് ജൈവിക ഘടകങ്ങൾ, 2 സാഹചര്യ ഘടകങ്ങൾ. ജൈവിക ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഫാക്ടർ, രണ്ടാമത്തത് സാഹചര്യ ഘടകങ്ങൾ, അതായത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അപ്പം ജൈവിക ഘടകം, അപ്പം ഇങ്ങനെ ചോദ്യം വന്നിരുന്നത് എങ്ങനെയാണ്? താഴെ പറയുന്നവയിൽ ജൈവിക ഘടകങ്ങൾ ഉൾപ്പെടാത്തത് ഏത്, അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ സാഹചര്യ ഘടകങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? അപ്പോൾ ആ രീതിയിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ജൈവിക ഘടകങ്ങളും സാഹചര്യ ഘടകങ്ങളും ഉൾപ്പെടുന്ന ഫാക്ടറുകൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ആദ്യമായിട്ട് ജൈവിക ഘടകങ്ങൾ എന്തൊക്കെ നോക്കാം. ഒരു വ്യക്തിയുടെ അവൻ്റെ ശാരീരികമായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണ് പ്രധാനമായിട്ടും ജൈവിക ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് അവൻ്റെ പാരമ്പര്യം, അതുപോലെ തന്നെ അവൻ്റെ നാഡീവ്യവസ്ഥ, അവൻ്റെ ശാരീരിക അവസ്ഥ, അതുപോലെ തന്നെ അവൻ്റെ ഗ്രന്ഥി വ്യവസ്ഥ. ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് എന്ത്? ജൈവിക ഘടകങ്ങൾ എന്ന് പറയുന്നത്. അവൻ്റെ പാരമ്പര്യം, അവൻ്റെ നാഡീവ്യവസ്ഥ, അവൻ്റെ ശാരീരികാവസ്ഥ, അതുപോലെ തന്നെ അവൻ്റെ ഗ്രന്ഥി വ്യവസ്ഥ, അല്ലേ? പ്രധാനമായിട്ടും വ്യക്തിയുടെ ആന്തരികപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഒരു വ്യക്തിയുടെ ശാരീരികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത് ജൈവിക ഘടകങ്ങളെന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തതാണ് സാഹചര്യ ഘടകങ്ങൾ. സാഹചര്യ ഘടകങ്ങൾ പറഞ്ഞാൽ അവൻ്റെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ടത്, ഒരു വ്യക്തിയുടെ പിന്നെ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണ് സാഹചര്യ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ഒന്ന് അവൻ്റെ കുടുംബം, അവൻ്റെ അയൽവാസി, അവൻ്റെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ, സാമൂഹിക സാംസ്കാരിക സംഘടനകൾ, ഇവയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് സാഹചര്യ ഘടകങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? കുടുംബം, അയൽവാസി, അവൻ്റെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ അവൻ്റെ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ, വിദ്യാലയങ്ങൾ, ഇവയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്തെന്ന് പറയുന്നത്? പിന്നെ സാഹചര്യ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അത് രണ്ടും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം, കാരണം PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അതാണ് ആമുഖമായിട്ട് ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വ്യക്തിത്വ പഠന സമീപനങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വ്യക്തിത്വ പഠന സമീപനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സമീപനമാണ് സവിശേഷ സമീപനം. സവിശേഷ സമീപനം എന്നുള്ള ഗോർഡൻ ആൽപോർട്ടിൻ്റെ പിന്നെ സമീപനത്തെക്കുറിച്ചാണ്, ആശയത്തെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം പ്രധാനമായിട്ടും വ്യക്തിത്വത്തെ 3ആയിട്ടാണ് അദ്ദേഹം തരംതിരിച്ചിട്ടുള്ളത്. വ്യക്തിത്വത്തെ അദ്ദേഹം പ്രധാനമായിട്ടും 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നെന്താണ്? ഒന്ന് മുഖ്യ സവിശേഷകങ്ങൾ, കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയും. 2 മധ്യമ സവിശേഷകങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രീയ സവിശേഷകങ്ങൾ എന്ന് പറയും. മൂന്നാമത്തതാണ് ദ്വിതീയ സവിശേഷകങ്ങൾ. ഓക്കെ, അപ്പം മുഖ്യ സവിശേഷകങ്ങൾ, മധ്യമ അല്ലെങ്കിൽ കേന്ദ്രീയ സവിശേഷകങ്ങൾ, അല്ലെങ്കിൽ ദ്വിതീയ സവിശേഷകങ്ങൾ, ഇങ്ങനെ 3ആയിട്ടാണ് പിന്നെ എന്ത് ചെയ്തത്? ഗോർഡൻ ആൽപോർട്ട് പിന്നെ വ്യക്തിത്വത്തെ തരംതിരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അപ്പം ഈ ഭാഗത്തുനിന്ന് ചോദ്യം വന്നിട്ടുണ്ട്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് മുഖ്യ സവിശേഷകങ്ങൾ എന്ന് പറഞ്ഞാൽ? മുഖ്യ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ ഏറ്റവും കൂടുതൽ എന്താണോ പ്രകടമാകുന്നത് അതാണെന്ത്? മുഖ്യ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയിൽ ഏറ്റവും കൂടുതൽ എന്താണോ പ്രകടമാകുന്നത് അതിന് നമുക്ക് എന്ത് പറയാം? മുഖ്യ സവിശേഷതകൾ എന്ന് പറയാം. ഉദാഹരണം പറയാം: അഹിംസ, അതുപോലെ തന്നെ അക്രമരാഹിത്യം, അല്ലെങ്കിൽ പിന്നെ ഫലിതം പറയുക, അല്ലെങ്കിൽ തമാശ പറയുക, സ്വച്ഛാധിപത്യ സ്വഭാവം, കാരുണ്യം, സത്യസന്ധത, എന്തുമാകട്ടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒരു വ്യക്തിയിലുണ്ട്. ഈ ഇത്തരം ഘടകങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഏതാണോ ഏറ്റവും കൂടുതൽ മുന്തി നിൽക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയാം? മുഖ്യ സവിശേഷതകൾ എന്ന് പറയുക. ഓക്കെ, ക്ലിയർ അല്ലേ? അതാണ് മുഖ്യ സവിശേഷതകൾ എന്ന് പറയുന്നത്. അപ്പം ഒരു വ്യക്തിയിൽ ഒരുപാട് സ്വഭാവ ഗുണങ്ങളുണ്ട്, അതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം പ്രകടമാക്കുന്നത് ഏതാണോ
അതാണ് എന്ത് അദ്ദേഹത്തിൻ്റെ മുഖ്യ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിയുടെ മുഖ്യ സവിശേഷത എന്നുള്ളത് എന്താണ്? അത് അഹിംസയാണ്. അതുപോലെ തന്നെ മദർ തെരേസയുടെ എന്താണ്? കാരുണ്യമാണ് മദർ തെരേസയുടേത്. അപ്പം ഈ രീതിയിൽ അവരിലൊക്കെ ഏറ്റവും പ്രകടമാകുന്നത് അഹിംസ അതുപോലെ തന്നെ കാരുണ്യം എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ എന്ത് പറയുക? മുഖ്യ സവിശേഷതകൾ എന്ന് പറയുക. ഓക്കെ, ദെൻ അടുത്തത് രണ്ടാമത്തത് എന്താണ്? മധ്യമ സവിശേഷകങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രീയ സവിശേഷകങ്ങൾ എന്ന് പറയും. എന്താണ്? അതായത് ഒരു വ്യക്തിയിൽ ഒന്നിൽ കൂടുതൽ ഗുണങ്ങൾ എന്ത് ചെയ്യുക? സവിശേഷകങ്ങൾ ഒരുമിച്ച് കൂടുക. ഒരു വ്യക്തിയിൽ ഒന്നിൽ കൂടുതൽ സവിശേഷകങ്ങൾ ഒരുമിച്ച് കൂടുന്നതിന് നമ്മൾ എന്ത് പറയാ? മധ്യമ സവിശേഷകങ്ങൾ എന്ന് പറയാം. അതായത് അങ്ങനെ പറയുന്ന സമയത്ത് അതിലെന്തുണ്ട്? അതിന്റെ പ്രത്യേകത എന്താണ്? അത് ഒരിക്കലും ഈ ഒരുപാട് സവിശേഷതകൾ ഉണ്ടെങ്കിലും, ഉദാഹരണം പറയുകയാണെങ്കിൽ സത്യസന്ധത, അതുപോലെ തന്നെ പേഷ്യൻസ് ക്ഷമ, അതുപോലെ ഫ്രണ്ട്ലി വിശ്വസ്തത, ദയ, സ്വാർത്ഥത, മത്സരബുദ്ധി, വിധേയത്വം, അല്ലെ? സത്യസന്ധത, കാരുണ്യമാകട്ടെ, അല്ലെങ്കിൽ വിശ്വസ്തതയാകട്ടെ, ദയ ആകട്ടെ, മത്സരബുദ്ധിയാകട്ടെ, ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട്. അതിൽ ഒന്നും എന്ത് ചെയ്യുന്നില്ല? ഒന്നിനേക്കാൾ മുന്തി നിൽക്കുന്നില്ല, അല്ലേ? ഒന്നും ഒന്നിനേക്കാൾ എന്ത് ചെയ്യുന്നില്ല? മുന്തി നിൽക്കുന്നില്ല. ഇത്തരം ഗുണങ്ങളൊക്കെ ഒരു വ്യക്തിയിലുണ്ട്. അതിനെ നമ്മൾ എന്ത് പറയും? മധ്യമ സവിശേഷകങ്ങൾ എന്ന് പറയും. അല്ലെങ്കിൽ അതെന്താ പറയുക? നമ്മൾ കേന്ദ്രീയ സവിശേഷകങ്ങൾ എന്ന് പറയും. ഓക്കെ, അപ്പം ഒന്നും ഒന്നിനേക്കാൾ മുന്തി നിൽക്കുമ്പോൾ ആ സവിശേഷതകൾ മാറും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? അത് മുഖ്യ സവിശേഷതകളാണ്. എല്ലാം ഒരു അളവറ്റ രീതിയിൽ അദ്ദേഹത്തിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാം. അത്തരം സവിശേഷതകൾ നമുക്ക് എന്ത് പറയാം? മധ്യമ സവിശേഷതകൾ എന്ന് പറയാം. ഓക്കെ, അപ്പം ഇവിടുന്ന് ചോദ്യം ചോദിച്ചത്, അതായത് ഈ ഭാഗത്തുനിന്ന് ചോദ്യം ചോദിച്ചിട്ടുള്ളത് അഹിംസ, അല്ലെ? അഹിംസ എന്നുള്ളത് ശ്രീബുദ്ധന്റെ അഹിംസ എന്നുള്ളത് ആൽപോർട്ടിന്റെ ഏത് സവിശേഷതകൾ ഉൾപ്പെട്ടു എന്നാണ് ചോദിച്ചിരുന്നത്. അത് നമ്മൾ ആദ്യം പറഞ്ഞ മുഖ്യ സവിശേഷതകൾ ഉൾപ്പെട്ടതാണ് ഇത് അഹിംസ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പം എന്താണ്? അത് ശ്രദ്ധിക്കുക. ദെൻ ഇനി മൂന്നാമത്തതാണ് ദ്വിതീയ സവിശേഷതകൾ. എന്താണ് ദ്വിതീയ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ? അതായത് ഒരു വ്യക്തിയിൽ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം പ്രകടമാകുന്നതാണ്. ഒരു വ്യക്തിയിൽ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില സവിശേഷ സാഹചര്യങ്ങൾ മാത്രം പ്രകടമാകുന്നതാണ് ഏതെന്ന് പറയുന്നത്? ദ്വിതീയ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പാവപ്പെട്ട ആൾ ആരെയും ഉപദ്രവിക്കില്ല, ഒന്നും ചെയ്യില്ല. പക്ഷേ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ ഒരു വ്യക്തിയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇത് കണ്ട അദ്ദേഹത്തിന് എന്ത് ചെയ്യില്ല? അത് സഹിക്കാൻ പറ്റില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ആ ഉപദ്രവിക്കുന്ന ആളുകൾ എന്ത് ചെയ്തു? ചീത്ത വിളിക്കുക, അവരെ അടിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൽ എന്തില്ല? അത്തരം ഒരു സ്വഭാവമില്ല. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ മാത്രം അദ്ദേഹത്തിൽ പ്രകടമായിട്ടുള്ള സ്വഭാവമാണ് എന്ത്? ദ്വിതീയ സവിശേഷത എന്ന് പറയുന്നത്. അപ്പം ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം പ്രകടമാകുന്ന സ്വഭാവത്തെ നമ്മളെന്ത് പറയാം? ദ്വിതീയ സവിശേഷതകൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള വസ്തുതകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അടുത്തൊരു തിയറിയാണ്. അതായത് ഇനസമീപനം. മറ്റൊരു അപ്രോച്ചാണ് ഇനസമീപനം അല്ലെങ്കിൽ രൂപസമീപനം എന്ന് പറയും. ഓക്കെ, വ്യക്തിത്വത്തെക്കുറിച്ചുള്ള മറ്റൊരു സമീപനമാണ് ഇനസമീപനം അല്ലെങ്കിൽ രൂപസമീപനം എന്ന് പറയും. എന്താണ് ഈ സമീപനം പറയുന്നത്? എന്താണ്? അതായത് ഈ സമീപന പ്രകാരം, അതായത് ഈ ആശയപ്രകാരം ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് അവൻ്റെ ആന്തരികവും അതുപോലെ തന്നെ ബാഹ്യവുമായിട്ടുള്ള ശരീരഘടനയാണെന്നാണ് ഇത് അഭിപ്രായപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് എന്താണ്? ആ വ്യക്തിയുടെ ബാഹ്യവും അതുപോലെ തന്നെ ആന്തരികവുമായിട്ടുള്ള ശരീരഘടനയാണ് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നതെന്നാണ് ഈ അപ്രോച്ച് പറയുന്നത്, ഈ സമീപനം പറയുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചിന്തകന്മാർ ആരൊക്കെയാണ്? ഒന്ന് ഷെൽഡൻ, അതുപോലെ തന്നെ ക്രഷ്മർ, ഹിപ്പോക്രാറ്റസ്. ആരൊക്കെയാണ്? ഷെൽഡൻ, ക്രഷ്മർ, ഹിപ്പോക്രാറ്റസ്. ഇവരാണ് പ്രധാനപ്പെട്ട ഈ ആശയവുമായി ബന്ധപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത്. അവരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, എന്തൊക്കെയാണ് ഇനി അവരുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെ LPUP എക്സാം ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു: ശരീരദ്രവങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ വിശദീകരിച്ചത് ആര്? ശരീരദ്രവങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ വിശദീകരിച്ചത് ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? ഹിപ്പോക്രാറ്റസ് ആണ് ശരീരദ്രവങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ വിശദീകരിച്ചത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശാരീരിക പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ വിശദീകരിച്ചതെന്ന് ചോദിച്ചാൽ അതാരാണ്? ഷെൽഡൻ ആണ്. ഹെർബർട്ട് ഷെൽഡൻ ആണ് ശാരീരിക പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ വിശദീകരിച്ചത്. ശാരീരിക അല്ലെങ്കിൽ ശരീരദ്രവങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ വിശദീകരിച്ചതാണ് ഹിപ്പോക്രാറ്റസ് ആണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ, പിന്നെ ക്രഷ്മർ എന്താ പറഞ്ഞത്? ഒരു വ്യക്തിയുടെ കായിക ഘടനയും അതുപോലെ തന്നെ വ്യക്തിത്വവും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളതെന്ന് അഭിപ്രായപ്പെട്ടവരാണ് ക്രഷ്മറാണ്. ഒരു വ്യക്തിയുടെ കായിക ഘടനയും വ്യക്തിത്വവും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് അല്ലെ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ക്രഷ്മറാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ,
ഇതാണ് പിന്നെ ആദ്യമായിട്ട് പറയാനുള്ളത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു സംഗതി എന്ന് പറയുന്നത് മനുഷ്യ വ്യക്തിത്വത്തെ അന്തർമുഖരെന്നും ബാഹിർമുഖമെന്നും വേർതിരിച്ചതാരാണ് കാൾ യുങ്ങാണ്. മനുഷ്യ വ്യക്തിത്വത്തെ അന്തർമുഖരെന്നും അല്ലെങ്കിൽ ബാഹിർമുഖരെന്നും വേർതിരിച്ചതാരാണ് കാൾ യുങ്ങാണെന്നത് ഓർക്കുക. ഓക്കെ, പിന്നെ ഈ കാൾ യുങ് അതായത് പിന്നെ വ്യവഹാരത്തിൻ്റെ വൈകല്യങ്ങളെ പിന്നെ മെഷർ ചെയ്യാൻ വേണ്ടി, പിന്നെ അളക്കാൻ വേണ്ടി, കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ള പിന്നെ ഒരു ശോധകമാണ്, ഒരു ടൂളാണ്, ഒരു അളവുകോലാണ് വാറ്റ് എന്ന് പറയുന്നത്. വാറ്റ് എന്ന് പറഞ്ഞാൽ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. എന്താണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്? കാൾ യുങ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ശോധകമാണ്, ഒരു ടെസ്റ്റാണ്. പിന്നെ വ്യക്തികളുടെ വ്യവഹാരത്തിൽ ഉള്ള വൈകല്യങ്ങളെ കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റാണ് വാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വേൾഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനുഷ്യ വ്യക്തിത്വത്തെ അന്തർമുഖമെന്നും അല്ലെങ്കിൽ ബാഹിർമുഖമെന്നും വേർതിരിച്ചതാണ് കാൾ യുങ് ആണെന്ന് ഓർത്ത് വെക്കുക. ഇതാണ് ആദ്യമായിട്ട് പറയാനുള്ള സംഗതി. ഓക്കെ, ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിൽ പ്രധാനപ്പെട്ട 3 ആളുകൾ പറഞ്ഞു: ഷെൽഡൻ, ക്രഷ്മർ, ഹിപ്പോക്രാറ്റസ്. ഇതിൽ ഷെൽഡൻ്റെ ആശയത്തെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ക്രഷ്മറിൻ്റെ ആശയത്തെക്കുറിച്ച് നമ്മളിവിടെ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത്. ക്രഷ്മർ പറഞ്ഞിട്ടുള്ളത് 3 തരത്തിലുള്ള കായിക ഘടനയാണുള്ളതെന്ന് പറഞ്ഞത്. എന്താണ് ക്രഷ്മർ പറഞ്ഞെന്താണ്? പ്രധാനമായിട്ടും 3 തരത്തിലുള്ള കായിക ഘടനയാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്ന് അസ്തനിക് അല്ലെങ്കിൽ ആസ്തനിക് എന്നും കാണുന്നുണ്ട്, 2 രീതിയിലും കാണുന്നുണ്ട്. അസ്തനിക് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അത്ലറ്റിക്, പിക്നിക്. ഏതൊക്കെയാണ്? അസ്തനിക്, അതുപോലെ തന്നെ അത്ലറ്റിക്, അതുപോലെ തന്നെ പിക്നിക്. ഇങ്ങനെ 3 രീതിയിലാണ് എന്തുള്ളത് വ്യക്തികളുടെ കായിക ഘടന ഉള്ളതെന്ന് അഭിപ്രായപ്പെട്ടത് ക്രഷ്മറാണ്. ഇനി എന്താണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞുള്ളത് നമുക്ക് നോക്കാം. അസ്തനിക് എന്ന് പറഞ്ഞാൽ ഉയരം കൂടിയതും അതുപോലെ തന്നെ മെലിഞ്ഞതും ദുർബലരുമായിട്ടുള്ള ശരീരപ്രകൃതിയുള്ള ആളുകൾ എന്ത് പറയാം? നമ്മൾ അസ്തനിക് എന്ന് പറയാം. ഉയരം കൂടിയിട്ട് അതുപോലെ തന്നെ മെലിഞ്ഞതുമായിട്ടുള്ള ദുർബല ശരീരമുള്ള ആളുകൾ. അവർ പൊതുവെ എന്തായിരിക്കും? സാമൂഹിക ബന്ധങ്ങളിൽ ഏർപ്പെടാൻ, അവർ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പിന്നെ വിമുഖത കാണിക്കുന്ന ആളുകളായിരിക്കും, അല്ലേ? സമൂഹത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യുന്ന സ്വഭാവമാണ് അവർക്കുണ്ടായിരിക്കുക. അതുപോലെ തന്നെ വൈകാരികത വളരെ കൂടുതലായിരിക്കും. എപ്പോഴും വിഷാദഭാവം പിന്നെ ഉൾക്കൊണ്ട് നിൽക്കുന്ന ആളുകളായിരിക്കും അവരെന്ന് പറയുന്നത്. ഉയരം കൂടിയിട്ട് മെലിഞ്ഞതായ ആളുകൾ, ദുർബലമായിട്ടുള്ള ശരീരമുള്ള ആളുകൾ, അതുപോലെ തന്നെ സാമൂഹിക ബന്ധങ്ങളിൽ ഏർപ്പെടാൻ വളരെയധികം പ്രയാസമുള്ള ആളുകൾ, അതിൽ നിന്ന് വിമുഖത കാണിക്കുന്ന ആളുകൾ, കൂടാതെ പിന്നെന്താണ് വൈകാരികത കൂടുതലായിട്ടുള്ള പിന്നെ എപ്പോഴും വിഷാദഭാവം കാണിക്കുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് പറയുന്നത്? അവരെ നമ്മൾ എന്ത് പറയാം? അസ്തനിക് വിഭാഗക്കാർ എന്ന് പറയുക. ഓക്കെ, അതാണ് അസ്തനിക് എന്ന് പറഞ്ഞാൽ. പിന്നെ അത്ലറ്റിക്, അല്ലേ? അത്ലറ്റിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പേരിൽ തന്നെ എന്താണ്? ഇവരെന്തായിരിക്കും? ദൃഢപേശികളുള്ള ഉറച്ച ശരീരമുള്ള ആളുകളായിരിക്കും. ദൃഢപേശികളുള്ള നല്ല ഉറച്ച ശരീരമുള്ള ആളുകളാണ് ഇവർ. അതുപോലെ തന്നെ ഉന്മേഷ സ്വഭാവമായിരിക്കും. ഇവരെപ്പോഴും എന്തായിരിക്കും? വളരെ ഉന്മേഷവാന്മാരായിരിക്കും. ഒരു പ്രശ്നങ്ങളോട് പൊരുത്തപ്പെടാനുള്ള സ്വഭാവം അവർക്ക് കൂടുതലായിരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളോട് പൊരുത്തപ്പെടാനുള്ള സ്വഭാവ ഗുണം അവരിൽ കൂടുതലായിരിക്കും. കൂടാതെ ഇവർ പലപ്പോഴും കായിക പ്രവർത്തനങ്ങളിൽ ചേരുന്നതിൽ അവർക്ക് വളരെയധികം താല്പര്യമുണ്ടായിരിക്കുകയും ചെയ്യും. അതായത് എപ്പോഴും കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രകൃതമായിരിക്കും അവർക്ക്. അതുപോലെ തന്നെ ദൃഢപേശികളുള്ള ആളുകളായിരിക്കും. കൂടാതെ നല്ല ഉന്മേഷ സ്വഭാവമുള്ള ആളുകളായിരിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ വളരെ അതുമായി പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടായിരിക്കും. ഇത്തരക്കാരെ നമ്മൾ എന്താ പറയുക? അത്ലറ്റിക് എന്ന് പറയുക. ഓക്കെ, പിന്നെന്താണ് പിക്നിക്? എന്താണ് പിക്നിക് എന്ന് പറഞ്ഞാൽ? നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള അസ്തനിക്കിന്റെ നേരെ ഓപ്പോസിറ്റാണ് പിക്നിക് എന്ന് പറയുന്നത്. പൊക്കം കുറഞ്ഞ വളരെ തടിച്ച ശരീരമുള്ള ആളുകൾ, പൊക്കം കുറഞ്ഞിട്ടുള്ള വളരെ തടിച്ച ശരീരമുള്ള ആളുകളാണ് ഉല്ലാസപ്രിയരായിരിക്കും. എപ്പോഴും വളരെ സംസാരിക്കാൻ വളരെ ഇഷ്ടമുള്ള ആളുകൾ, സാമൂഹിക ബന്ധങ്ങളിൽ ഏർപ്പെടാൻ താല്പര്യമുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇത്തരക്കാരെയാണ് നമ്മൾ എന്താ പറയുക? പിക്നിക് എന്ന് പറയുക. അപ്പോൾ പൊക്കം കുറഞ്ഞിട്ടുള്ള ആളുകൾ, അവിടെ നമ്മൾ മെലിഞ്ഞാന്നാ പറഞ്ഞു. ഇവിടെ എന്താണ്? പൊക്കം കുറഞ്ഞിട്ടുള്ള ആളുകൾ, തടിച്ച ശരീരമുള്ള ആളുകൾ, പ്രിയരായിരിക്കും. അതുപോലെ തന്നെ നല്ല സംസാരിക്കുന്ന ആളുകളായിരിക്കും. സാമൂഹിക ബന്ധങ്ങളിൽ സമൂഹവുമായി ഏർപ്പെടാൻ വളരെ താല്പര്യമുള്ള ആളുകളായിരിക്കും ആര്? ഈ പിക്നിക് വിഭാഗക്കാരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ആശയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അടുത്ത ദിവസം ഇതിൻ്റെ മറ്റൊരു ഭാഗമായി നമുക്ക് കാണാം. അപ്പോൾ അവിടെ നമുക്ക് മറ്റു ഇതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.